സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞതോടെ വട്ടിയൂർക്കാവിൽ ത്രികോണ രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുങ്ങി. സിറ്റിംഗ് എംഎൽഎയായ കെ മുരളീധരനും സിപിഎമ്മിലെ ടി.എൻ. സീമയും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും ഏറ്റുമുട്ടുകയാണിവിടെ. 3 സ്ഥാനാർത്ഥികളും പരസ്യപ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. മണ്ഡലത്തിലെ വിജയത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് അശേഷം സംശയമില്ല, പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷത്തെ വികസന കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടും വികസന കാര്യങ്ങൾ കൊണ്ടും ഒക്കെ തന്നെ ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് നല്ല അനുകൂലമായിട്ടുള്ളൊരു ഇതാണുള്ളത്. പിന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ നല്ല അംഗീകാരവും നല്ല സപ്പോർട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിവ് തെളിയിച്ച് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ എനിക്ക് കഴിയും എന്നാണ് എന്റെ ഉത്തമ വിശ്വാസം. വിജയക്കൊടി പാറിച്ച് നിയമസഭയിൽ എത്തുമെന്ന കാര്യത്തിൽ 3 പേർക്കും സംശയമില്ല. കഴിഞ്ഞ തവണ നേടിയ 16,167 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കെ മുരളീധരന്റെ ആത്മവിശ്വാസം. സംസ്ഥാനത്ത് ഇടത് തരംഗമുണ്ടാകുമെന്ന് മുൻ എം പി ടി.എൻ. സീമ കണക്കുകൂട്ടുന്നു. ആ കാറ്റിൽ കരകയറാനാകുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലിന് ലഭിച്ച 2,926 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം മതി കുമ്മനം രാജശേഖരന് മനക്കോട്ട കെട്ടാൻ. നിയമസഭയും മ്യൂസിയവും AKG സെന്ററും KPCC ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്ന മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. രാഷ്ട്രീയ ചൂടിൽ തിളച്ചുമറിയും വട്ടിയൂർക്കാവ്. ആര് വിജയിക്കുമെന്നതുപോലെ തന്നെ 2-3 സ്ഥാനങ്ങളിൽ ആരെത്തുമെന്നതും പ്രധാനമാണ്. തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ്, മീഡിയ 1.